നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയലിലേക്കൊരു തിരിച്ചുവരവുണ്ടാകുമോ? ചോദ്യം കരീം ബെൻസിമയോടാണ്. ഡിയാരിയോ എസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, ഫ്ലോറന്റീനോ പെരസ് അവിടെയുണ്ടല്ലോ, അദ്ദേഹം ഉള്ളിടത്തോളം കാലം തിരിച്ചുവരവ് സാധ്യമാണ്. അതായത് ഫ്ലോറന്റീനോ പെരസും താനും തമ്മിൽ നല്ല ബന്ധമാണ്. ഫ്ലോറന്റീനോ തന്നെ വിളിച്ചാൽ നോ പറയാൻ പറ്റില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് നോക്കാം. റയൽ മാഡ്രിഡിലേക്കുള്ള മടങ്ങി വരവ് സാധ്യമാണ്. മറുപടി: ഇഫ് ഫ്ലോറന്റീനോ ഈസ് സ്റ്റിൽ ദെയർ ഇറ്റ് കുഡ് ഹാപ്പൻ. ഫ്ലോറന്റീനോ അവിടെ ഉള്ളിടത്തോളം കാലം ഇത് സംഭവിക്കാം. ഐ കുഡ് നെവർ സേ ടു പെരസ് എന്നാണ്. അതായത് ഫ്ലോറന്റീനോ പെരസിനോട് ഒരിക്കലും തനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഇത് അദ്ദേഹം പറഞ്ഞ ഞാനൊരു മാഡ്രിസ്റ്റയാണ്. എൻ്റെ ആത്മാവ്, എൻ്റെ ഹൃദയം എല്ലാം ഇപ്പോഴും മാഡ്രിഡിലാണ്. ഇതാണ് എൻ്റെ സിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ബെൻസിമ പറഞ്ഞത്. വി വിൽ സീ വാട്ട് ഹാപ്പൻസ് എന്നുകൂടി അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോഴും റയലിൻ്റെ കളികൾ കാണാറുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് റയലാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ വാക്കുകൾ കൂടി നോക്കാം. റയൽ മാഡ്രിഡ് വിൽ ഓൾവേസ് ബി മൈ ടീം. ഐ സ്റ്റിൽ വാച്ച് ഓൾ മാച്ചസ്. തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണിത്. എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് ടീമിനെ കുറിച്ച് ചോദിച്ചാൽ ഈ ടീമിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു ടീം. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവരെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നു. പക്ഷേ ഓൾവേസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അവരൊരു സമനില പിടിക്കുകയോ അല്ലെങ്കിൽ തോൽവിയൊക്കെ സംഭവിച്ചാൽ അതൊരു ക്രൈസിസ് ആണെന്ന രൂപത്തിൽ പലരും അതിനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർ ബെസ്റ്റ് ടീം എന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് നോർമലാണ് എന്നുകൂടി കരീം ബെൻസിമ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.